നമ്മൾ IRR ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യണം. ഓക്കെ, അപ്പോൾ IRR എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞല്ല, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് IRR. നമ്മൾ IRR രണ്ട് രീതിയിലാണ് IRR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്ന് ക്യാഷ് ഫ്ലോ ഈക്വൽ ആകുമ്പോഴും ദെൻ നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ അൺഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ IRR കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ രണ്ടും മിസ് ഒരുമിച്ച് പറഞ്ഞു പോകുന്നില്ല. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു IRRന് ഒരു ലെങ്തി ലോങ് വീഡിയോ. അതിൽ നമ്മൾ ഈക്വലും അൺഈക്വലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സഹല കണ്ടിരുന്നോ വീഡിയോ? ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡൗട്ട് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ചിലപ്പോൾ ഓരോരോ പാർട്ടായിട്ട് പഠിക്കാം. രണ്ടും കാണുമ്പോൾ ഇതേപോലെ തന്നെ വേറൊരാളും കൂടി മിസ്സിന് ഡൗട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ക്വിക്കായിട്ടൊന്ന് ഈക്വലിന്റെ കണക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇപ്പോൾ ഓട്ടോണമസ് കോളേജുകാരുടെ എക്സാം കഴിഞ്ഞവരുടെ PYQലൊക്കെ IRR ക്വസ്റ്റ്യൻ ഷുവറാണ്. IRRും NPVയും കാണേണ്ടത്. അപ്പോൾ നമുക്ക് IRR ഈക്വൽ ആകുമുള്ള ഒരു ക്യാഷ് ഫ്ലോ ഈക്വൽ ആകുമുള്ള പ്രോബ്ലം നോക്കാം. ഓക്കെ, ഈക്വൽ ആകുമ്പോൾ നമ്മൾ എന്ത് ഈക്വൽ ആകുമ്പോഴും അൺഈക്വൽ ആകുമ്പോഴും നമ്മൾ PV ഫാക്ടർ മസ്റ്റായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ PV ഫാക്ടർ കാണേണ്ട ഇക്വേഷനാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ. ഓക്കെ, ഒന്ന് നിങ്ങൾ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്തോട്ടോ, ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. PV ഫാക്ടർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ ആണ് നമ്മുടെ IRR കാണേണ്ട ഇക്വേഷൻ. IRRൽ PV ഫാക്ടർ നമ്മൾ ഈക്വൽ ആകുമ്പോഴും അൺഈക്വൽ ആകുമ്പോഴും നമ്മൾ PV ഫാക്ടർ നിർബന്ധമായിട്ടും കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് അത് വെച്ചിട്ടൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഈ പ്രോബ്ലം തനിയെ ചെയ്യാൻ അറിയോ? ഈ രണ്ടു പേരാർക്കെങ്കിലും മൈക്ക് ഓണാക്കി പറയണേ. തനിയെ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ മിസ് ഒന്ന് പറഞ്ഞു തരണ്ട്. അപ്പൊ പറഞ്ഞു തന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തരണ്ട, നിങ്ങൾ ചെയ്യാട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യന് എ പ്രോജക്റ്റ് കോസ്റ്റ് 9,000 and is expected to generate cash flow of 3,000 over its life 5 years. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ തന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയും കാൽക്കുലേറ്റ് IRR. അപ്പോൾ പല കുട്ടികളും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അവർക്ക് നമ്മൾ ആദ്യം പഠിച്ചില്ല പേ ബാക്ക് പീരീഡ് കൺഫ്യൂസിങ് ആവാറുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇപ്പം ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്ത് പറയും കാൽക്കുലേറ്റ് IRR എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് പ്രൊജക്റ്റ് കോസ്റ്റും ക്യാഷ് ഫ്ലോയും ലൈഫും തന്നാൽ നമ്മളത് IRR ആണ് കാണേണ്ടത്. ഇവിടെ ഈക്വൽ ആണ്, 5 വർഷത്തേക്ക് നമ്മുടെ ക്യാഷ് ഫ്ലോ 3,000 ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോ ഡിഫറെൻറ്റ് ആയിട്ട് തരികയാണ്. അപ്പോൾ അത് അൺഈക്വൽ ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ PV ഫാക്ടർ കണ്ടുപിടിക്കുന്നു ഇക്വേഷൻ പ്രകാരം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ, ഇപ്പോൾ ഇവിടെ നോട്ട് ചെയ്യുക. പ്രൊജക്റ്റ് കോസ്റ്റിനെ പറയുന്ന വേറെ പേരാണ് എന്ത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പ്രൊജക്റ്റ് കോസ്റ്റ് എന്നാകും പറയാം. പ്രൊജക്റ്റ് കോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ആ പ്രൊജക്റ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ്, അതായത് ഇനീഷ്യലി ഇറക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. സോ അത് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് കോസ്റ്റ് 9,000 ആണ്. സോ നമ്മുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 3,000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 9,000 ഡിവൈഡഡ് ബൈ 3,000 ചെയ്തു, നമുക്ക് 3 കിട്ടി. ഓക്കെ, 3 കിട്ടി. അപ്പോൾ നമ്മുടെ PV ഫാക്ടർ നമുക്ക് 3 ആണ് കിട്ടിയത്. PV ഫാക്ടർ 3 ആണ് കിട്ടിയത്. ഓക്കെ, PV ഫാക്ടർ 3 ആണ് കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെർച്ച് PV ഫാക്ടർ 3 in 5th year of ടേബിൾ നമ്പർ 2. ടേബിൾ നമ്പർ 11 അല്ല, ടേബിൾ നമ്പർ 2 ആണ്. ഓക്കെ, അപ്പം മിസ്സോ ഒരു വട്ടം ടേബിൾ നോക്കണത് ആനുറ്റി ടേബിൾ നോക്കണ വീഡിയോ ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ് ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ മിസ് പറഞ്ഞ പോലെ 10 രൂപയുടെ ലോഗോ എഴുതുന്ന ടേബിൾ ഉണ്ട്, ആ ടേബിൾ വാങ്ങുക. നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് അതവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടേബിൾ നമ്പർ 2 എടുക്കുക. നമുക്ക് അവിടെ ഒരുപാട് ടേബിളുകൾ കാണാം. അതിൽ ടേബിൾ നമ്പർ 2 ആണ് നമ്മുടെ ഇത്
IRR കാണേണ്ട ടേബിൾ എന്ന് പറയുന്നത്. ടേബിൾ നമ്പർ 2ന്റെ പേരെന്തായിരുന്നു സഹല? ടേബിൾ നമ്പർ 2യുടെ ആന്യൂറ്റി ടേബിൾ. നമ്മൾ ആന്യൂറ്റി ടേബിൾ നമ്പർ 2 ആണ് IRR കാണാൻ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, NPV കാണാൻ നമ്മൾ ഏത് ടേബിളാണ് യൂസ് ചെയ്യുക ഇനി? ടേബിൾ 1. ടേബിൾ 1. അപ്പോൾ നോട്ട് ചെയ്യുക, ടേബിൾ 1 നമ്മൾ പ്രസന്റ് വാല്യൂ. ഓക്കെ, പ്രസന്റ് വാല്യൂ കാണാൻ നമ്മൾ എവിടെയാണ്? NPVയിൽ. ഓക്കെ, സോ പ്രസന്റ് വാല്യൂ കാണാൻ നമ്മൾ ടേബിൾ നമ്പർ 1 യൂസ് ചെയ്യും. ആൻഡ് IRR കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിൾ നമ്പർ 2 ആന്യൂറ്റി ടേബിളാണ് നമ്മൾ നോക്കുക. പലർക്കും എപ്പോഴും കൺഫ്യൂസിങ് ആവുന്ന ഒരു ഏരിയയാണ്. സോ നന്നായിട്ട് അതെന്ത് ചെയ്യും, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. കുട്ടികൾ കാണാം, അപ്പോൾ വാലുവേഷൻ സമയത്തൊക്കെ കാണാം ടേബിൾ നമ്പർ 1 IRRലും ടേബിൾ നമ്പർ 2 NPVയിലൊക്കെ എഴുതി വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങളുടെ എൻറ്റയർ ആ ഒരു ക്വസ്റ്റ്യനെ തന്നെ അവിടെ ബാധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതെന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇനി ശ്രദ്ധിക്കുക, ഇനി ചെയ്യേണ്ട കാര്യം, നമുക്ക് PV ഫാക്ടർ 3 കിട്ടി. ഇനി ഈ 3 ടേബിൾ നമ്പർ 2ൽ വരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട കാര്യം, എക്സാക്റ്റ് കറക്റ്റ് ആ വാല്യൂ ടേബിൾ നമ്പർ 2ൽ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന വാല്യൂ 3 ആണ്. എക്സാക്റ്റ് 3 എവിടെ ഉണ്ടാവില്ല? ടേബിൾ നമ്പർ 2ൽ എക്സാക്റ്റ് വാല്യൂ ഉണ്ടാവില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 3യുടെ മാക്സിമം വരുന്ന വാല്യൂ മിനിമം വരുന്ന വാല്യൂ എടുക്കും. ഓക്കെ, 3 അത് 3ൻ്റെ അടുത്ത്, നമ്മളെ PV ഫാക്ടർ 3 ആണ്. അപ്പോൾ 3ൻ്റെ അടുത്ത് വരുന്ന വാല്യൂ അതേപോലെ തന്നെ കറക്റ്റ് ഒരു ഇപ്പോൾ 3 അതിൻ്റെ അകത്ത് നിൽക്കുന്ന 2 വാല്യൂസ് നമ്മൾ എടുക്കുക. നമ്മൾ അങ്ങനെ 2 വാല്യൂസ് എടുക്കുക എന്തുമായിട്ട്? നമ്മുടെ ഇക്വേഷനിൽ ഓൾറെഡി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? L + P1 - Q ഡിവൈഡഡ് ബൈ P1 - P2 ഇൻറ്റു H - L. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷന്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് Hഉം Lഉം ആവശ്യമുണ്ട്. H എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ ആണ്, L എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് വാല്യൂ ആണ്. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രീതിയിൽ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ PV ഫാക്ടർ 3, അതായത് നമ്മൾ ഈ 3 എന്നുള്ള നമ്പർ നമ്മൾ എവിടെ തിരഞ്ഞെടുക്കണത്? 5ാമത്തെ വർഷം എടുക്കുക. അപ്പോൾ ടേബിളിൽ നിങ്ങൾ 5ാമത്തെ വർഷം എടുത്ത ക്വസ്റ്റ്യനിൽ 5 ഇയർ എന്ന് പറഞ്ഞ കാരണം നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏത് ഇയർ ആണോ തരുന്നത് ആ ഇയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വേണം നിങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ? ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇതിൽ എത്രയാണോ തന്നിരിക്കുന്നത്? 5 ഇയർ ആണല്ലോ. അപ്പോൾ 5ാമത്തെ വർഷത്തിന് നേരെ നിങ്ങൾ നോക്കുക, 3 വരുന്നുണ്ടാകും നോക്കുക. 3 വരുന്നില്ലെങ്കിൽ 3യുടെ അടുത്ത് വരുന്ന 2 വാല്യൂസുകൾ സെലക്ട് ചെയ്യുക. ഓക്കെ, 3യുടെ അടുത്ത് വരുന്ന 2 വാല്യൂസുകൾ, 3യുടെ അടുത്ത് വരുന്ന 2 വാല്യൂസുകൾ നിങ്ങൾ കണ്ടോ ടേബിളിൽ? 5ാമത്തെ റോല് 5ാമത്തെ ഇയറിൽ നിങ്ങൾ നോക്കുക. ആ ഒരു റോ മാത്രം നോക്കിയാൽ മതി. കിട്ടിയോ മിസ്? ടേബിളിന്റെ ഫോട്ടോ ഗ്രൂപ്പിലേക്ക് ഇടണോ ഇനി? 3.127 2.991. 2.991. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? കാരണം ആ ടേബിള് 2ൽ നമ്മൾ ഓൾറെഡി നമ്മൾ ആനുറ്റി ടേബിളിലല്ലേ 5ാമത്തെ വർഷം അത്രയാണ് മാക്സിമം വരുന്നത്. അതായത് 3യുടെ തൊട്ട് താഴെ പറഞ്ഞ 2.9 ആണ്. ഇനിയിപ്പോൾ ഈ ടേബിളിൽ 2.99 ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് എടുക്കുക. അപ്പോൾ 2.9 എടുത്തു, 3.12 എടുത്ത്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് നമ്മൾ എഴുതുന്നു 18%ഉം 20%ഉം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പെർസെൻറ്റേജ് ആണ് 80%ഉം. ആ ടേബിളിൽ നേരത്തെ മുകളിൽ നോക്കിയാൽ കാണാം 80%ഉം ഉണ്ട്, 20%ഉം ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുക, നമ്മുടെ ക്യാഷ് ഫ്ലോ ഇല്ലേ, ക്യാഷ് ഫ്ലോനെ ആ ടേബിളിൻ്റെ വാല്യൂ ആയിട്ട് ഇൻറ്റു ചെയ്യുക. ക്യാഷ് ഫ്ലോ 3000 ആണ്. ആ 3000 ഇൻറ്റു 18ൻ്റെ ടേബിൾ വാല്യൂ 3.127 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 9381 കിട്ടും.
ഇനി PV അറ്റ് 20% വാല്യൂ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8700 കിട്ടും. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾക്ക് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത കണക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ, ആദ്യത്തെ ടേബിൾ വാല്യൂ ഇപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പ്രൊജക്റ്റ് കോസ്റ്റ് 9000 ആണല്ലേ. അപ്പം നമുക്ക് നമ്മളെ എന്താ പറയുക, ആദ്യം കിട്ടുന്ന ടേബിൾ വാല്യൂ, അതായത് ലോവസ്റ്റ് വാല്യൂ 2018 ലോവസ്റ്റ് വാല്യൂ നമ്മൾ ഇൻറ്റു ചെയ്യല്ലേ. ആ ഇൻറ്റു ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ഏകദേശം ഈ 9000 അടുത്ത് വരുന്നതാകും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രൊജക്റ്റ് കോസ്റ്റ് 9000 ആണ്. നമുക്ക് കിട്ടിയേക്കണ ആദ്യത്തെ വാല്യൂ നമ്മുടെ P1 എത്രയായിരുന്നു? 9381 ആണ്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യും. നമുക്ക് ആദ്യം കിട്ടിയ ടേബിൾ നമ്പറിൻ്റെ വാല്യൂവിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് P1 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ P1. ഓക്കെ, നമ്മുടെ ലോവസ്റ്റ് ഇത് 18% ലോവസ്റ്റ് വാല്യൂ ആണ്, 20% ഹയസ്റ്റ് വാല്യൂ ആണ്. ഓക്കെ, നമുക്ക് കിട്ടിയാൽ ചെറുത് 18 വലുത് 20 ആണ്. അപ്പോൾ 18 നമ്മൾ 3000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് 9381 കിട്ടി. ഇനി 2 പോയിന്റ് കിട്ടി. അപ്പോൾ ആദ്യം കിട്ടിയത് ഇത് P1 ആണ്, ഇത് നമ്മുടെ P2 ആണ്. എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇക്വേഷനിൽ Q എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് കോസ്റ്റ്, അതായത് 9000 ആണ് Q. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. Q ആണ് നമ്മുടെ പ്രൊജക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. നമ്മൾ ആ എല്ലാ വാല്യൂസും നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷനിൽ L എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 18%. അപ്പം L 18% പ്ലസ് P1 നമുക്ക് കിട്ടിയ വാല്യൂ 9381 ആയിരുന്നു. ഇനി Q എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. Q എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് കോസ്റ്റ് എത്രയായിരുന്നു? 9000. അപ്പം 9000 എഴുതാം. അപ്പം മിസ് ഇവിടെ പറഞ്ഞ ട്രിക്ക് ആലോചിക്കുക. ഇത് നമുക്ക് P1 Qയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പം നമുക്ക് കിട്ടിയേക്കണ P1 9000 നമുക്ക് നമ്മുടെ Q ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണ Q 10,000 ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ മേ ബി തെറ്റാവും. ഏകദേശം ഇതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് വരിക. P1ൽ നിന്ന് Q കുറയ്ക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് വരിക. ഓക്കെ, അപ്പം നമ്മൾ 9381 മൈനസ് 9000 ഡിവൈഡഡ് ബൈ P1 ഇൻറ്റു P2. P1 കിട്ടിയ വില, P2 8700 എഴുതി. ഇനി ഇൻറ്റു H മൈനസ് L. H എത്രയായിരുന്നു? ഹയസ്റ്റ് വാല്യൂ. ടേബിളിൽ നിന്ന് കിട്ടിയതിൻ്റെ പെർസെൻറ്റേജ് ആണ് ഹയസ്റ്റ് വാല്യൂ വരിക. ഓക്കെ, ഇനി ഒരു ഡൗട്ട് പറയുകയാണെങ്കിൽ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മിസ്സേ നമുക്ക് ടേബിൾ കിട്ടിയ 3.127 ഹയസ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കാഞ്ഞത്? 2.9 എന്താണ് ലോവസ്റ്റ്? അതല്ലേ ചോദിക്കും. ശരിക്കും നമ്മൾ IRR കാണുമ്പോൾ ആ ടേബിൾ കിട്ടിയതിൻ്റെ പെർസെൻറ്റേജിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അതായത് 18%, 20%, നമ്മൾ ആ വാല്യൂസാണ് എടുക്കുക. അപ്പം നമ്മുടെ ഹയസ്റ്റ് വാല്യൂ 20%, ലോവസ്റ്റ് വാല്യൂ 18% ആണ്. ഓക്കെ, സോ നമ്മളിനി കാൽക്കുലേഷൻ നടത്താം. 18% അതേപോലെ എഴുതി. 9381 മൈനസ് 9381 വന്നു. 9381 മൈനസ് 8700 കുറയ്ക്കുമ്പോൾ നമുക്ക് 681 വന്നു. ഇൻറ്റു H മൈനസ് L 20 മൈനസ് 18 2 വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇനി ഇവിടെ കാൽക്കുലേഷൻ നമുക്ക് തെറ്റിപ്പോകരുത്. ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഈ ഡിവൈഡ് ചെയ്ത ആൻസറിനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1.11 കിട്ടും. ഇനി 18% ഇല്ലേ, അത് തമ്മിൽ പ്ലസ് ചെയ്യുക. ഇവിടെ പ്ലസ് ആയ കാരണം നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 19.11% വരും. നമുക്കിവിടെ പെർസെൻറ്റേജ് ഇട്ടാൽ മതി. സോ നമ്മൾ അങ്ങനെ പെർസെൻറ്റേജ് ആക്കിയിട്ട് ഇടുക. അപ്പോൾ ഇതാണ് നമ്മുടെ IRR. ഇനിയും പറഞ്ഞു തരണോ? മനസ്സിലായോ? എവിടെയെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ് നമ്മളെ IRRൻ്റെ ക്വസ്റ്റ്യന്. ക്യാഷ് ഫ്ലോസ് ഈക്വൽ ആകുമ്പോൾ ഇനി ഒരു പ്രോബ്ലം തന്നാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കിട്ടുമോ? അതാണ് മിസ്സിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് തന്നാൽ മിസ്സൊരു പ്രോബ്ലം അങ്ങോട്ട് തന്നാൽ
ട്രൈ ചെയ്യാം മാം. ഓക്കെ. സോ ട്രൈ ചെയ്ത് മിസ് ക്വസ്റ്റ്യൻ പറയാം. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി എല്ലാത്തിൻ്റെയും വെയിറ്റുകൾ കണ്ടുപിടിച്ച് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഓൾറെഡി കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ, KD, KE, KP, KR ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഉള്ള ക്ലാസ്സിൽ നമുക്ക് റിവൈസ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പം അത് വെച്ചിട്ട് അതിൽ കൂടെ നമ്മൾ വെയിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, WACC കാണാം. WACC അഥവാ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടിട്ട് ഭയങ്കര ഇതൊന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ക്യാപിറ്റൽ കാണാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് മാർക്കറ്റ് വെയ്റ്റിൻ്റെ ബേസിലും ബുക്ക് വാല്യൂ വെയ്റ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദ ഫോളോയിങ് ഈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ലിമിറ്റഡിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. 3 കോളാണുള്ളത്. ഫസ്റ്റത്തെ കോളം സോഴ്സ്, രണ്ടാമത്തെ കോളം എമൗണ്ട്, മൂന്നാമത്തെ കോളം സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞ കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കോളം വെച്ചിട്ട് വേണം നമ്മൾ അടുത്തൊരു കോളം ഉണ്ടാക്കാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതിൽ സോഴ്സസുകൾ നമുക്ക് തരിക. എപ്പോഴും നമുക്ക് സോഴ്സ് തരിക ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബെഞ്ചർ, റീറ്റെയിൻഡ് ഏണിങ്സ് ആണ് തരിക. നമ്മുടെ ലോങ് ടേം സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഉണ്ടായിരിക്കാം, ഡിബെഞ്ചർ ഉണ്ടായിരിക്കാം, പ്രിഫറൻസ് ഷെയർ ഉണ്ടായിരിക്കാം, ഇക്വിറ്റി ഷെയർ ഉണ്ടായിരിക്കാം. ഇതാണ് നമുക്ക് എപ്പോഴും സോഴ്സസ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയറിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 2 lakh. മൊത്തം നമുക്ക് 20 lakh ഷെയർസ് ആണ് വരുന്നത്. ഓക്കെ, സോ ആ എമൗണ്ടും 20 lakh ഷെയർസ് ഉണ്ടായിരിക്കും, 20 ലക്ഷം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഒന്നിന് 50,000 വെച്ചിട്ട് 10 ഷെയർ, സോ 5 ലക്ഷമാണ്. റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെ എമൗണ്ട് 10 ലക്ഷം. ദെൻ 90% ഡിബെഞ്ചറിൻ്റെത് 15 ലക്ഷം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂട്ടണം. അതായത് ഈ എല്ലാ സോഴ്സിൻ്റെയും എമൗണ്ടുകൾ കൂട്ടണം. ഓക്കെ, അതായത് 20 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം. നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? ടോട്ടൽ നമുക്ക് 50 ലക്ഷം കിട്ടും അല്ലേ? ടോട്ടൽ നമുക്ക് 50 ലക്ഷം കിട്ടും. ഇനി നമ്മൾ ഓരോ ഷെയറിൻ്റെയും ഈ കോളം അവിടെ നിന്നോട്ടെ, ഈ കോളം ഓരോന്നിൻ്റെയും സോഴ്സ് തന്നിരിക്കുകയാണ്. അതായത് ഇക്വിറ്റി ഷെയർ 11%, പ്രിഫറൻസ് ഷെയർ 8%, 11%, അങ്ങനെ ഓരോന്നിൻ്റെയും സോഴ്സ് ഓഫ് ക്യാപിറ്റൽ തന്നിരിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ കോളം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓരോന്നിൻ്റെയും ആവറേജ് വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് വാല്യൂലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ബുക്ക് വാല്യൂവിൽ ഓരോന്നിൻ്റെയും ആവറേജ് വെയിറ്റ് കണ്ടുപിടിക്കണം. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ എങ്ങനെ ആവറേജ് വെയിറ്റ് കണ്ടുപിടിക്കുക? നമുക്ക് തന്ന എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 അല്ലേ? നമ്മൾ ഓൾറെഡി നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത് അത് ഇൻറ്റു നമ്മുടെ ടോട്ടൽ ഡിവൈഡഡ് ബൈ 100 അതാണ് വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അടുത്ത പേജിൽ കണ്ടുപിടിക്കണം. ഇത് മിസ് പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നമുക്ക് ഇത്രയും തന്നിട്ടുണ്ടാവുള്ളൂ. ഇനി ക്വസ്റ്റ്യനിൽ വേറെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാകും. നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വാല്യൂയാണ് ആവശ്യമായിട്ട് വരിക. അപ്പം നമ്മൾ ആദ്യം WACC കണ്ടുപിടിക്കുക, ബുക്ക് വാല്യൂ. ഓക്കെ, ബുക്ക് വാല്യൂ വെയിറ്റ് പ്രകാരമാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വെയിറ്റ്. അപ്പോൾ അതിനാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അതിനാണ് ആവശ്യമായിട്ട് വരിക. അപ്പം നമുക്ക് ബുക്ക് വാല്യൂവിൽ ആദ്യം പഠിക്കാം. ബുക്ക് വാല്യൂവിൽ ആദ്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാത്തിൻ്റെയും ബുക്ക് വെയിറ്റുകൾ കാണാം, അതായത് ആവറേജ് കാണാം. പ്രിഫറൻസ് ഷെയർ നമുക്ക് ടോട്ടൽ എത്രയായിരുന്നു? പ്രിഫറൻസ് ഷെയർ നമുക്ക് ഓരോന്നിൻ്റെയും കാണാം. പ്രിഫറൻസ് ഷെയർ നമുക്ക് 5 lakh ആയിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും കാണാം 5 lakh ഡിവൈഡഡ് ബൈ 50 lakh ഇൻറ്റു 100 ചെയ്യുക. ഓരോന്നിൻ്റെയും ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇനി ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയറിൻ്റെത് 20 lakh ഡിവൈഡഡ് ബൈ 50 lakh ഇൻറ്റു 100. അങ്ങനെ ഓരോന്നിൻ്റെയും സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കണം. നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും വെയിറ്റാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ചെയ്തു. അപ്പം നമുക്ക് 10% കിട്ടി. 5 lakh ഡിവൈഡഡ് ബൈ 50 lakh ഇൻറ്റു 100, 10%. ഇക്വിറ്റി ഷെയറിന് നമുക്ക് 40% കിട്ടി. റീറ്റെയിൻഡ് ഏണിങ്സ് നമുക്ക് 20% കിട്ടി.
ദെൻ നമുക്ക് 90% ഡിബഞ്ചർ നമുക്ക് 30% കിട്ടി. ഓക്കെ, സോ നമുക്ക് എല്ലാത്തിൻ്റെയും എന്ത് കിട്ടി? വെയിറ്റ് കിട്ടി. ഇനി നമുക്ക് WACC കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ കിട്ടിയ പെർസെൻറ്റേജുകളില്ലേ, ഈ 10%, 40%, 20%, അതിനെന്താ ചെയ്യുക? നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സോഴ്സ് ഓഫ് ക്യാപിറ്റലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഒന്നുകൂടിയും പറയാം, ഓരോന്നിൻ്റെയും ആവറേജ് വെയിറ്റ് കണ്ടുപിടിക്കുക. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, അങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സോഴ്സ് ഓഫ് ക്യാപിറ്റലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോഴ്സ് ഓഫ് ക്യാപിറ്റലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ടേബിൾ മിസ് കാണിച്ചു തരാം. മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടില്ലേ? ഇത്രയുള്ളൂ നമ്മുടെ ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 5 കോളായിട്ട് എഴുതുക. ആദ്യത്തേൽ നമ്മൾ സോഴ്സസ് എഴുതുക, ബുക്ക് വാല്യൂ എഴുതുക, നമ്മൾ കണ്ടുപിടിച്ച ബുക്ക് വാല്യൂവിൻ്റെ വെയിറ്റ് എഴുതുക, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സോഴ്സ് അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് കൂടി നമ്മൾ പറയും. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ഓക്കെ, നമുക്ക് നമ്മുടെ ബുക്ക് വാല്യൂ ആദ്യത്തേത് 10%. അപ്പോൾ 10% ഇൻറ്റു 8% ഡിവൈഡഡ് ബൈ 100 ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റ് എത്ര കിട്ടി? നമുക്ക് അതിൻ്റെ വെയിറ്റ് 0.8 കിട്ടും. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ വെയിറ്റ് 0.8 കിട്ടും. ഇനി നെക്സ്റ്റ് ഉള്ളത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നുണ്ടാവുക? ഈ പറഞ്ഞ പോലെ തന്നെ 40% ഇൻറ്റു 11% ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 4.4 കിട്ടും. ഇനി റീറ്റെയിൻഡ് ഏർണിങ്സ് ഇത് തമ്മിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസേഴ്സുകൾ. എന്നിട്ട് ഫൈനലി ഇവിടെ 4.5 ആണ്. ഇവിടെ പോയിന്റ് ഉണ്ട്. ഇവിടെ 4.5 ആണ്, 45 അല്ല, പോയിന്റ് ഉണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള 0.8, 4.4, 2.2, 1.35 ഒക്കെ നമ്മൾ ആഡ് ചെയ്യാം. സോ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഫൈനൽ നമ്മുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഫൈനൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മൾട്ടിപ്ലൈയിങ് പാർട്ട് ഒന്നുകൂടി പറയോ? അതായത് ഈ ബുക്ക് വാല്യൂസിന് ഓൾറെഡി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിച്ചത് ബുക്ക് വാല്യൂ വെയിറ്റ് ആണ്. അതായത് ഈ ഓരോന്നിൻ്റെയും ആവറേജ് ഇത് ബൈ ടോട്ടൽ ഇൻറ്റു 100 ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 10 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 100 ചെയ്ത്, അതായത് 10% എത്രയാണോ ആ എമൗണ്ട് എടുക്കുക, അത് ഇൻറ്റു 8% എടുക്കുക. സോ അത് ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടും? അതിൻ്റെ വെയിറ്റ് നമുക്ക് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കൂ. 10 ഇൻറ്റു 8/100 0.8 കിട്ടും. അങ്ങനെ ഓരോന്നും ചെയ്യാം. 40 ഇൻറ്റു 11 നമുക്ക് 4.4 കിട്ടും. കറക്റ്റ് അല്ലേ കിട്ടുന്നത്? 4.4, 2.2 അങ്ങനെയല്ല കിട്ടുന്നത്. രണ്ടുപേർക്കും കറക്റ്റ് അല്ലേ കിട്ടിയത്? ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? വെയിറ്റ് കിട്ടിയത്. ബുക്ക് വാല്യൂ മെത്തേഡ് പ്രകാരം നമുക്ക് വെയിറ്റ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളാണ് നമുക്ക് ബുക്ക് വാല്യൂ മെത്തേഡ് പ്രകാരം WACC കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി ചില ക്വസ്റ്റ്യനിൽ പറയും ബുക്ക് വാല്യൂ പ്രകാരം മാത്രമല്ല മാർക്കറ്റ് വാല്യൂ പ്രകാരം കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഇവിടെ ബുക്ക് വാല്യൂ ആയതുകൊണ്ട് ബുക്ക് വാല്യൂ വെയിറ്റ് കണ്ടുപിടിച്ചു. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് വാല്യൂ വെയിറ്റുകൾ നമ്മൾ എടുക്കണം. ഓക്കെ, അതാണ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായിരുന്നു എക്സ്ട്രാ പറഞ്ഞിരിക്കുന്നത്? പ്രസൻ്റ്ലി ഡിബഞ്ചേഴ്സ് ആർ ബീയിങ് ട്രേഡഡ് അറ്റ് 94%. അതായത് ഡിബഞ്ചർ 94% ആണ് സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഡിബഞ്ചറിൻ്റെ ഒറിജിനൽ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്ന ഡയറക്റ്റ് വാല്യൂ എടുത്തത് ബുക്ക് വാല്യൂവിൽ നമുക്ക് ഈ വാല്യൂസ് ഡയറക്റ്റ് എടുക്കാം. മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ,
അപ്പോൾ ഡിബഞ്ചറിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് വരിക? ഡിബഞ്ചറിൻ്റെ പറഞ്ഞിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ ട്രേഡ് ചെയ്യുന്നത് 94%. അപ്പോൾ ഡിബഞ്ചറിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബുക്ക് വാല്യൂവിൻ്റെ മുകളിൽ ഈ 94% കണ്ടുപിടിക്കുക. അതായത് 15 lakh ഇൻറ്റു 94% എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡിബഞ്ചറിൻ്റെ വാല്യൂ കിട്ടും. ഏകദേശം ഒരു 1413 അങ്ങനെ സംതിങ് അങ്ങോട്ടോ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? അതായത് മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ഡയറക്റ്റ് വാല്യൂ നമ്മൾ ബുക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുക്കുക. ഇവിടെ നമ്മൾ എടുക്കുക എന്താണ്? മാർക്കറ്റ് വാല്യൂ കാണണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഡിബഞ്ചർ 15 ലക്ഷമായിരുന്നു, പക്ഷേ മാർക്കറ്റ് വാല്യൂക്ക് ട്രേഡ് ചെയ്യുമ്പോൾ 94% ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 15 lakhന്റെ 94% കാണണം. പിന്നെ പ്രിഫറൻസ് ഷെയർ അറ്റ് പാർ, അതായത് പ്രിഫറൻസ് ഷെയർ ഓൾറെഡി ഉള്ള വാല്യൂ, പാർ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് വാല്യൂ എന്താണോ ആ വാല്യൂവിൽ തന്നെയാണ് പ്രിഫറൻസ് ഷെയർ റൺ ചെയ്യുന്നത്. പ്രിഫറൻസ് ഷെയർ 5 lakhലാണ് റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് അറ്റ് 30 per ഷെയർ. ഇക്വിറ്റി ഷെയർസ് 13 രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർസ് വിറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റ് വാല്യൂവിൽ ഇക്വിറ്റി ഷെയർസിൻ്റെയും റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെയും എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നമ്മൾ ബുക്ക് വാല്യൂക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂയിലോട്ട് നമ്മൾ കടക്കുകയാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് മാർക്കറ്റ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ടോട്ടൽ വാല്യൂ ഓഫ് ഇക്വിറ്റി കാണണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്വിറ്റി ട്രേഡ് ചെയ്യുന്നത് 13 പറഞ്ഞല്ലേ. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ഇക്വിറ്റി ഷെയർസ് 13 രൂപയ്ക്കാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഇനി മാർക്കറ്റ് വാല്യൂ പ്രകാരം നോട്ട് ചെയ്യുക. മാർക്കറ്റ് വാല്യൂ പ്രകാരം ഇക്വിറ്റി ഷെയറിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അടങ്ങുന്നുണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സും അടങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മളെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ പ്രകാരം ചെയ്യുമ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് കൂടി എന്താണ്? ഇക്വിറ്റി ഷെയറിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വിറ്റിയുടെ ടോട്ടൽ എമൗണ്ട് എത്രയായിരുന്നു? ടോട്ടൽ എമൗണ്ട് 2 lakh ആണ്. ഓക്കെ, 2 lakh ആണ് ഇക്വിറ്റിയുടെ എമൗണ്ട്. ഇവിടെ നോക്കുക കേട്ടോ. വീണ്ടും നമ്മൾ മുകളിലോട്ട് പോവുക, ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഇക്വിറ്റി പറഞ്ഞിരിക്കുന്നത് 2 lakh. ഇവിടെ കണ്ടില്ലേ? ഇക്വിറ്റി നമ്മൾ 20 lakh. ഓക്കെ, 0 കുറഞ്ഞു പോയതാണ്. ഓക്കെ, ഇക്വിറ്റി നമുക്ക് പറഞ്ഞിരിക്കുന്നത് എത്രയായിരുന്നു? ഇക്വിറ്റി നമ്മളെ വാല്യൂ എന്ന് പറയുന്നത് 2 lakh ആയിരുന്നു. സോ ആ 2 lakh ഇൻറ്റു ആ 2 lakh അല്ല, എത്ര 0 ഉണ്ട്? 6 0 ഉണ്ടല്ലേ. സോ ഓക്കെ, 20 lakh ഇൻറ്റു 13 ചെയ്യുക. ഓക്കെ, 13 ഇതുകൂടെ 13 ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർസ് 13 സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ അത് ഇൻറ്റു 13 ചെയ്യുമ്പോൾ നമുക്ക് 26 lakh നമുക്ക് കിട്ടും. ഓക്കെ, അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സും അടങ്ങിയിട്ടുണ്ട് ഈ ഒരു എമൗണ്ടിൽ. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് ഇത് ടോട്ടൽ ഇക്വിറ്റി ഷെയർ ആണ്. ആ ടോട്ടൽ ഷെയറിൽ ഇക്വിറ്റിയിൽ നിന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെയും മാർക്കറ്റ് വാല്യൂ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയറിൻ്റെയും റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെയും വാല്യൂ കാണാൻ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ ഇല്ലേ, ആ വാല്യൂവിൻ്റെ ഈ ആൻസറിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, സോ അത് കണ്ടുപിടിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ റേഷ്യോ ഉണ്ട്. ഇക്വിറ്റി ഷെയറിൻ്റെയും റീറ്റെയിൻഡ് ഏർണിങ്സും ഒരു 2/1 റേഷ്യോ നമ്മൾ എടുക്കും. ഇനി ഈ റേഷ്യോ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആകരുത്. നോക്കുക, ഇക്വിറ്റി ഷെയറിൻ്റെ ബുക്ക് വാല്യൂ എത്രയായിരുന്നു? 40%. റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ബുക്ക് വാല്യൂ എത്രയായിരുന്നു? 20%, അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം? അതിൻ്റെ ഹാഫ് എടുക്കും. ഹാഫാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂസ് ആയിട്ട് നമ്മൾ അവിടെ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? റേഷ്യോ എടുക്കുന്നവരോട്ട് കൂടെ പറയൂ. അതായത് നമ്മൾ ബുക്ക് വാല്യൂ നമുക്ക് 40%ഉം 20%ഉം ആണ്. അതിൻ്റെ ഹാഫ് എടുക്കും. ഹാഫ് എന്ന് പറഞ്ഞാൽ 20 10 അല്ല, 20യും 10 എടുക്കും.
2010. സോ അതിൻ്റെ ആദ്യത്തെ 0 കളഞ്ഞിട്ട് ബാക്കി വരുന്ന 2:1 നമ്മൾ എന്തായിട്ട് എടുക്കുക, റേഷ്യോ ആയിട്ട് നമ്മൾ എടുക്കുക. 2:1 നമ്മൾ എന്ത് ചെയ്യുക, റേഷ്യോ ആയിട്ട് എടുക്കുക. ഓക്കെ, അതായത് ഇക്വിറ്റി ഷെയറിൻ്റെയും റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെയും ബുക്ക് വാല്യൂവിൻ്റെ പെർസെൻറ്റേജിൻ്റെ ഹാഫ് എടുത്തിട്ട് ആ ഹാഫിൽ 0 കളയും. അത് നമ്മൾ റേഷ്യോയ്ക്ക് എടുക്കും. അപ്പോൾ ഇവിടെ 2:1 വരാം. 40ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 20, 10. അല്ലെങ്കിൽ ഇവിടെ ബുക്ക് വെയിറ്റ് നോക്കുക. ബുക്ക് വെയിറ്റിൻ്റെ നമ്മൾ ഹാഫായിട്ട് എടുക്കും. 4ൻ്റെ ഹാഫ് 2, 2ൻ്റെ ഹാഫ് 1. ഇങ്ങനെയും എടുക്കും. ഇങ്ങനെയും നമ്മൾ എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയറിൻ്റെയും റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെയും റേഷ്യോ നമ്മൾ എടുക്കും. അപ്പം നമുക്ക് ആ റേഷ്യോ 2:1 എന്ന് കിട്ടും. ഓക്കെ, 2:1 കണ്ടില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇക്വിറ്റി ഷെയർ കാണാൻ 2/3 നമുക്ക് കിട്ടിയ ടോട്ടൽ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ ഇൻറ്റു 2/3 ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ കിട്ടും. റീറ്റെയിൻഡ് ഏണിങ്സ് നമ്മൾ 1/3 ചെയ്യുക. ഈ 3 എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. 2:1 അതിൻ്റെ ടോട്ടലാണ് 3 അല്ലേ, 2 കൂട്ടണം 1. അതാണ് അടിയിൽ 3 വന്നത്. അതിൽ 2/3 ഭാഗം ഇക്വിറ്റി ഷെയറിന് വന്നു, 1/3 ഭാഗം റീറ്റെയിൻഡ് ഏണിങ്സിനും കൊടുത്തു. ഈ റേഷ്യോ വന്നത് രണ്ടിൻ്റെയും ബുക്ക് വാല്യൂ, റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെയും ഇക്വിറ്റിയുടെയും ബുക്ക് വാല്യൂ അല്ലെങ്കിൽ വെയിറ്റിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് റേഷ്യോ വന്നത്. സോ നമുക്കപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കിട്ടി. നമുക്കപ്പോൾ ഇക്വിറ്റി ഷെയറിൻ്റെയും റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെയും മാർക്കറ്റ് വാല്യൂ കിട്ടി. പ്രിഫറൻസ് ഷെയറിൻ്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി തന്ന വാല്യൂ തന്നെയാണ്, 5 lakh തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിബഞ്ചറിൻ്റെ മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിബഞ്ചർ എത്രയായിരുന്നു, ഡിബഞ്ചറിൻ്റെ വാല്യൂവിൻ്റെ മുകളിൽ 93% ആയിരുന്നു അല്ലെ, 94% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് 15 lakhൻ്റെ 94%, 15 lakhൻ്റെ 94% എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ 1,14 സംതിങ് ആണ് നമുക്ക് അതിൻ്റെ എമൗണ്ട് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും എന്ത് കിട്ടി, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് മാർക്കറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണം. മാർക്കറ്റ് വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഈ കിട്ടിയ ടോട്ടൽ മാർക്കറ്റ് വാല്യൂകൾ തമ്മിൽ ആഡ് ചെയ്തു. ഇനി നേരത്തെ ചെയ്ത പോലത്തെ സെയിം പ്രൊസീജിയർ, നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ സെയിം മെത്തേഡ്, എല്ലാത്തിൻ്റെയും ടോട്ടൽ എന്ത് ചെയ്തു, ആഡ് ചെയ്യുക. പ്രിഫറൻസ് ഷെയറിൻ്റെ 50 ലക്ഷം, പിന്നെ നമുക്ക് റീറ്റെയിൻഡ് ഏണിങ്സും അതേപോലെ തന്നെ ഇക്വിറ്റി ചിലപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ടുകൾ നമ്മളിവിടെ ആഡ് ചെയ്തു. ഫൈനലി നമ്മൾ ഡിബഞ്ചറിൻ്റെയും എമൗണ്ട് ആഡ് ചെയ്തു. ടോട്ടൽ നമുക്ക് 45,10,000 45,10,000 നമുക്ക് ടോട്ടൽ വന്നു. ടോട്ടൽ ഇനി ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് വെയിറ്റ് കാണാം. പ്രിഫറൻസ് ഷെയറിൻ്റെ മാർക്കറ്റ് വെയിറ്റ് 5 lakh ഡിവൈഡഡ് ബൈ 45,10,000 ഇൻറ്റു 100. നമ്മൾ നേരത്തെ ബുക്ക് വാല്യൂ ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഓരോന്ന് ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെയും വെയിറ്റ് നമ്മൾ അങ്ങനെ എഴുതി കണ്ടില്ലേ. 5 lakh ഡിവൈഡഡ് ബൈ 40,000 10,000 ഇൻറ്റു 100 എത്ര കിട്ടി നമുക്ക്? പ്രിഫറൻസ് ഷെയറിൻ്റെ വെയിറ്റ് നമുക്ക് 11% കിട്ടി. ഓക്കെ, പ്രിഫറൻസ് ഷെയർ കിട്ടി. ഇക്വിറ്റിയിൽ നമുക്ക് ഇക്വിറ്റീൻ്റെ വെയിറ്റ് നമുക്ക് എത്ര വന്നു? ഏകദേശം ഇക്വിറ്റി ഷെയർ നമുക്ക് ഏകദേശം ഒരു 38.4 വന്നു. റീറ്റെയിൻഡ് ഏണിങ്സ് 19 പോയിൻറ്റ് സംതിങ് വന്നു. ഡിബഞ്ചർ 31 പോയിൻറ്റ് സംതിങ് വന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ, അത് ബുക്ക് വാല്യൂ വെയിറ്റ് ചെയ്ത പോലെ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുക, ടേബിളിലാക്കിയിട്ട് എഴുതി. ഡിഫറൻസ് ഷെയർ, ഇക്വിറ്റി, ഇതിൻ്റെ ബാക്കി ഇതിൽ ആഡ് ചെയ്യാതെ വിട്ടുപോയി. പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി, ക്യാപിറ്റൽ. ഇനി ഇവിടെ നമുക്ക് റീറ്റെയിൻഡ് ഏണിങ്സ് ഇറങ്ങണം. റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെ എമൗണ്ട് നമുക്ക് എത്രയായിരുന്നു? 86,607. ഓക്കെ, അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് 19.2 ആയിരുന്നു. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 11%. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സെയിം തന്നെ എടുക്കുക കേട്ടോ. സോ അത് ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2.11. അങ്ങനെ ഫൈനലി ഇവിടെ ഡിബഞ്ചറിൻ്റെയും എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ഇത് ആഡ് ചെയ്യുക. നേരത്തെ ബാക്കിയൊക്കെ നമ്മൾ ബുക്ക് വാല്യൂവിൽ ചെയ്ത സെയിം പ്രൊസീജിയർ.
ഓക്കെ, ഇതാണ് മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബുക്ക് വാല്യൂവിനേക്കാളും കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടാണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂവിൻ്റെ കണക്ക്. ഇനി കണക്കിലെ ഏതെങ്കിലും എവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വന്നത്? ഒന്നും കൂടി മിസ് പറഞ്ഞു തരാം, ശ്രദ്ധിക്കട്ടെ. അതായത് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്നും കൂടി ശ്രദ്ധിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മാത്രമേ തരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ തരുന്നുണ്ടാവുക. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബുക്ക് വാല്യൂവിലും മാർക്കറ്റ് വാല്യൂവിലും പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ബുക്ക് വാല്യൂവിൽ പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷെ മാർക്കറ്റ് വാല്യൂവിൽ പ്രോബ്ലം ചെയ്യാൻ വളരെ ടഫുമാണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് കുട്ടികൾ എപ്പോഴും ബുക്ക് വാല്യൂവിൽ പ്രോബ്ലം ചെയ്യും, മാർക്കറ്റ് വാല്യൂ അവർ ചെയ്യാറില്ല. മേ ബി ഇത് എക്സാമിന് 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ബുക്ക് വാല്യൂ ഒന്നുമില്ല, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന എമൗണ്ടിൻ്റെ ആവറേജ് വെയിറ്റ് കാണാം, ആ ആവറേജ് ഇൻറ്റു സോഴ്സ് ഓഫ് ക്യാപിറ്റൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടാൽ മതി. കണ്ടോ, നമ്മൾ ഓരോന്നിൻ്റെയും ആവറേജ് കണ്ടു, ആ എമൗണ്ടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും? ടോട്ടൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. പക്ഷേ മാർക്കറ്റ് വാല്യൂക്ക് വരുമ്പോൾ ഒരുപാട് കൺഫ്യൂസിങ് ആണ്. മാർക്കറ്റ് വാല്യൂക്ക് വരുമ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് മാർക്കറ്റ് വാല്യൂ കാണണം. അതായത് പ്രിഫറൻസ് ഷെയറിൻ്റെയും ഡിബഞ്ചറിൻ്റെയും ഇക്വിറ്റിയുടെ ഒക്കെ സെപ്പറേറ്റ് മാർക്കറ്റ് വാല്യൂ കാണണം. ഈ സെപ്പറേറ്റ് മാർക്കറ്റ് വാല്യൂ കണ്ടാൽ അതിൻ്റെ മാർക്കറ്റ് വെയിറ്റും കൂടി കാണണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ആവറേജ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഓരോന്നിൻ്റെയും ആവറേജ് കണ്ടുപിടിക്കുക. ഇനി ആ കിട്ടിയ ആവറേജിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ വെയിറ്റ് കാണുമ്പോൾ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം മാർക്കറ്റ് വാല്യൂ കാണാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. വാല്യൂ കിട്ടിയാൽ നമുക്ക് ബാക്കി ഓൾറെഡി ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഇങ്ങനെ പറയും, അതായത് ഡിബഞ്ചർ 94% ട്രേഡ് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ വാല്യൂവിൻ്റെ മുകളിൽ 94% കണ്ടുപിടിക്കുക. പിന്നെ പ്രിഫറൻസ് ഷെയർ അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണോ ഉള്ള വാല്യൂ ആ വാല്യൂവിൽ തന്നെയാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഓൾറെഡി 5 lakh തന്നെയാണ്, സോ 5 lakh നമ്മൾ എടുക്കും. ഇനി ഇക്വിറ്റി ഷെയർ പറഞ്ഞിരിക്കുന്നത് 13 പെർ ഷെയർ ആണ്. അതായത് ഇക്വിറ്റി ഷെയർ ഇവിടെ മാർക്കറ്റ് വാല്യൂവിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയറും റീറ്റെയിൻഡ് ഏർണിങ്സും രണ്ടും ഇൻക്ലൂഡ് ആണ്. അതായത് ടോട്ടൽ ഷെയറിൽ ഇക്വിറ്റി ഷെയർസും റീറ്റെയിൻഡ് ഏർണിങ്സും ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ടോട്ടൽ ഷെയർ നമുക്ക് 20 lakh ആയിരുന്നു. അപ്പോൾ ആ 20 lakhൽ നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെയും എമൗണ്ട് അടങ്ങിയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ഇവിടെ തന്നിരിക്കുന്ന റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് വാല്യൂ പ്രോബ്ലത്തിൽ നമ്മൾ ഇവിടെ എടുക്കേണ്ട, ബുക്ക് വാല്യൂവിൽ എടുക്കണം. മാർക്കറ്റ് വാല്യൂ നമ്മൾ ഇക്വിറ്റി ഷെയർസിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? നമ്മുടെ 20 lakh ഇൻറ്റു 30 ചെയ്യുക. 13 ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ആൻസർ വരുന്നത് നമുക്ക് എത്ര 26 ലക്ഷം അത്ര ഒരു ബിറ്റ്വീൻ നമുക്ക് നമ്മളെ എമൗണ്ട് വരിക. കണ്ടില്ലേ, 20 ലക്ഷം ഇൻറ്റു 13. ചിലപ്പോൾ ഇതിൽ പല മിസ്റ്റേക്ക്, ചില പൂജ്യത്തിൻ്റെ അളവിൽ എന്തെങ്കിലും ചെറിയൊരു ഡൗട്ടുകൾ ഉണ്ടാവും. ഓക്കെ, പൂജ്യം ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടോ കൂടി പോയിട്ടോ ചിലത് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കണ്ട ഇക്വിറ്റി ഷെയർ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് സെപ്പറേറ്റ് ഈ 26 ലക്ഷത്തിൻ്റെ മുകളിൽ സെപ്പറേറ്റ് ഇക്വിറ്റി ഷെയറിന് എത്ര എമൗണ്ട് കിട്ടും, റീറ്റെയിൻഡ് ഏർണിങ്സിന് എത്ര എമൗണ്ട് കിട്ടും നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുക ഇക്വിറ്റി ഷെയറിൻ്റെയും റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെയും എന്ത് നോക്കിയിട്ടാണ്? ബുക്ക് വാല്യൂ അല്ലെങ്കിൽ വെയ്റ്റഡ് കോസ്റ്റ് നോക്കിയിട്ടാണ്. ആ വെയ്റ്റഡ് കോസ്റ്റിൻ്റെ പകുതി നമ്മൾ എടുക്കുക, പകുതി നമ്മൾ റേഷ്യോ എടുക്കണം. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയറിൻ്റെത് 4ഉം റീറ്റെയിൻഡ് ഏർണിങ്സ് 2 ആണ്. സോ അതിൻ്റെ ഹാഫായിട്ട് നമുക്ക് എടുക്കാം, 2:1 കിട്ടും. അപ്പോൾ 26 lakh ഡിവൈഡഡ് ബൈ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും വെയിറ്റുകൾ ഇങ്ങനെ കാണാം. ഓരോന്നിൻ്റെയും വെയിറ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഏവറേജുകൾ കാണാം. ഇനി ആ കിട്ടിയ ഏവറേജിനെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ സോഴ്സ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മാർക്കറ്റ് വെയിറ്റ് പ്രകാരമുള്ള ടോട്ടൽ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ പ്രകാരമുള്ള പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ?
ഹലോ. കുഴപ്പമില്ല മാം, കൺഫ്യൂഷൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, അവിടെ ഐ നോ, എനിക്കറിയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കൺഫ്യൂഷൻസ് വരുന്ന കാരണം ഇപ്പോൾ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസുകളുണ്ട്, അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കണം. കേട്ടില്ലേ? രണ്ടും ഒരുമിച്ച് പറഞ്ഞ കാരണം കൺഫ്യൂഷൻ വന്നത്. ഇപ്പം നമ്മൾ നേരത്തെ IRR നമ്മൾ ഒരു മെത്തേഡാണ് ചെയ്തത്. ഓക്കെ, അത് ചെയ്തു, നിങ്ങൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഞാൻ ഈക്വലും അൺഈക്വലും ഒപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവാനുള്ള മെയിൻ റീസൺ മിസ് രണ്ടും ഒപ്പം അത് പറഞ്ഞു പോയ കാരണമാണ്. ഓക്കെ.